ഇവരെയൊന്നും പേടിയില്ല പട്ടീനെയൊന്നും. ഓക്കെ, എന്തെന്ന് വേണ്ടത്? ദോശ വേണോ? ദോശ വേണോ? നോക്കട്ടെ, ദോശ ഉണ്ടോ? ആപ്പിൾ കൊടുത്താ തിന്നോ? ആപ്പിൾ കൊടുത്താ തിന്നോ? സത്യം കാണോ? എല്ലാം തിന്നു. കണ്ടു, ഇട്ടത് കണ്ടു. തിന്നാൻ വരുന്ന മണം പിടിച്ചു, മണം പിടിച്ചു. ഇവർക്ക് പിന്നെ എത്ര തിന്നാലും വിശപ്പ് പോലില്ല. രാവിലെ എല്ലാത്തിനും ചോറും കൊടുത്തിട്ടാണ് പോകുന്നത്. പെറ്റോക്കാണ് അധികം വിശപ്പ്. കീരി വരും, ഒരു ഡസ കീരി ഉണ്ടാവും. കുഞ്ഞുങ്ങളും തള്ളയും അച്ഛനും എല്ലാം ഇട്ടത് ഇഷ്ടം പോലെ. ഇതിന് പിന്നെ തണ്ടുണ്ടോ അവിടെ വീട്ടില്? കുറിച്ച് വെച്ചാൽ വേഗമാകും. വെള്ളം വീഴുന്നുണ്ട്. വെള്ളം വീഴുന്നിടത്തിന്റെ എവിടുന്നെങ്കിലും പൊട്ടിച്ചെന്ന് വെച്ചാൽ മതി, നല്ലോണാവും. ഇല വേണം, ഞാൻ എടുത്തു തരാം. ഒരു പ്ലാസ്റ്റിക് കോട്ടക്കകത്ത് അതിട്ട് കൊണ്ടുപോയാൽ മതി. കറിവേപ്പിന് സൂക്ഷിക്കും പോലെ തന്നെ വെക്കാം. ഞാൻ ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ട്, അപ്പന് ഇഷ്ടമായതുകൊണ്ട് അപ്പന് ഞാൻ കഴിഞ്ഞ കൊടുത്തു വിടും. അമ്മ തോരനാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ട് എന്താണ് ഞാൻ പറഞ്ഞിട്ട് അമ്മ തോരനാക്കി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ചോമു നിന്നെ ചന്തിക്ക് ചൊറിഞ്ഞൊട്ടിച്ചിട്ട് അത് ഇതാണ് എന്തെന്നറിയാം. ഈ കൊതുകൊക്കെ കഴിക്കുമ്പോ ഇവളെന്താക്കുക, ഇവർക്ക് ദേഷ്യം മറ്റേ കഴിക്കുമ്പോ അവിടെ പൊട്ടും മുറിയും. ആ പട്ടിയെ പോയി എടുത്ത് മേല് മുഴുവൻ കൂടെയാക്കി. അതെന്തോ ഉണ്ട് മേടെ തിന്നാനത്. ആ പട്ടി തിന്നുന്നുണ്ട്. അത് പട്ടി ദോശ ഇട്ട് കൊടുത്തിട്ട് അവളാ മുഴുവൻ തിന്നുന്നത്. ഞാൻ പോകുമ്പോ ചോറ് കൊടുത്തിട്ട് പോയ ജന്തുവാണ്. ഓർത്ത് വെച്ച കുടുംബ അതായിരിക്കും എന്തൊരു ശല്യം എന്ന് പറയപ്പോ. ഞാൻ കൊടുത്തതാണ്. അതിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ, അപ്പൊ അത് തിന്നോളൂ. ഇപ്പൊ അങ്ങോട്ട് ഞാൻ എങ്ങനെ ഇടല്ലേ? ഞാൻ അറിയാം ആടിയുള്ളത് ദോശ. അതാടാ അതിൻ്റെ മോള് പ്ലേറ്റിനകത്ത് നോക്കട്ടെ. കൈ കഴുകിയിട്ട് വരാം. തേങ്ങ കുറച്ചെന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? വേണം. അങ്ങനെ വരുന്ന മയിലപ്പുറത്തുണ്ട്. കുറച്ച് ആൾ കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം പേരയിലെ അടുത്ത് നിന്നിട്ട് ഉരുട്ടിയിട്ട് പേടിക്കൂലടി ഞാൻ. എന്തോ അമ്മ അതെല്ലാം പട്ടി തിന്നു. പിശാചുക്കൾ എന്തെന്ന് ചെയ്യലിങ്ങനെ ജന്തുക്കള്. അതിന് വിശന്നിട്ടാണ് അമ്മ. അത് ഗർഭിണി ഇട്ടമ്മ എന്റെ വയറ് നോക്കച്ചാ. നിനക്കൊന്നും കൊടുക്കാനില്ലമ്മേ. അല്ലല്ല, 4 കഷ്ണാക്കിട്ട് മുറിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇന്നലെ രാത്രി പട്ടി വലിയ വായില് കിടന്ന് കാറിയിട്ട് ഞാൻ വെച്ച് ആരോ കടിച്ചോണ്ട് എടുത്ത് പട്ടി മറ്റേ കടിച്ചു. പാലോട് വീഴുമ്പോഴേക്ക് ഇവര് കളിച്ചത്. അമ്മ കേട്ടായിരുന്നു പട്ടി വലിയ വായില് കിടന്ന് കാറിയത്. അല്ല ഇതുങ്ങള്. ഞാൻ വിചാരിച്ചു ചോമല്ല അത് സുന്ദരി. അതിന് ആപ്പിൾ കൊടുത്താലും തിന്നായിരിക്കും. ആപ്പിള് 4 മുറിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അപ്പൊ ഈ 4 പട്ടികൾ തിന്നിയല്ല, ആപ്പിൾ തിന്നിയല്ല. അപ്പൊ അതിന് കിട്ടും.
പിശാചുക്കൾ. അല്ലെങ്കിൽ 2 പഴം ഇട്ട് കൊടുക്കും. പഴം പഴം തിന്നും. പഴം നല്ലത്. പഴം പഴം ഇട്ട് കൊടുക്കും. ഊത്താൻ. അതാണ് മേശൻ്റെ മുകളിൽ. പഴം ഇട്ട് കൊടുക്കും. പഴം തിന്നും. പഴയിട്ടൊക്കെ തിന്നൂല. നീ അങ്ങനെ ദിവസം വരുന്നുണ്ടെന്നൊക്കെ എല്ലാം തരും. ഈ ദിവസം വാ. അപ്പൊ ഇനിയിപ്പോ എണ്ണം കൂടുമ്പോ എനിക്ക് വരെ പോകാൻ പറ്റണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും കൂടും. പട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമാണ് അമ്മയുടെ. പഴം തിന്നുമല്ലേ ചാ? അതൊന്നായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മള് ഇവിടെ പോയിട്ടാകുമ്പോ മാറി പഴം തിന്നു ഇപ്പം ജന്തു. അതുകൊണ്ട് അയ്യോ അത് പോകൂടി നീ മാറി തിന്നോളൂ. ഞൊണഞ്ഞിറക്കുന്ന നോക്ക്. ഞൊളഞ്ഞിറക്ക്. എന്ത് ചൊറക്ക് ഇതൊരു വടിയെടുത്തിട്ടുള്ള ഓടിക്കേണ്ടതാ. ഇപ്പൊ എറിഞ്ഞാൽ എന്നാന്നറിയാം, അത് ഓടും. അതാണ്. പോ ആ പിള്ളേർക്കിട്ട് ഒരു നുള്ളു വെച്ച് കൊടുത്താൽ ഇത് ഓടി വരില്ലേ കരച്ചില്. പനിയും മാറും തിന്നണ്ടാകും. വിശക്കുന്നുണ്ടാവുമ്പോ ചിലപ്പോ അതങ്ങാക്കി ഇന്നലെ രാത്രി കൊടുത്തല്ലേ. അയാളെ ഇന്ന് രാവിലെ കൊടുത്തത് ഞാൻ ചോറ്. ആരപ്പുറം വന്നിട്ടില്ല നോക്കി. ഒരാള് പട്ടി കിടക്കുന്നു. പണിയായിട്ട് എടുക്കാൻ പോ. കൂലിപ്പണി പണിയെടുത്ത് ജീവിക്കണതാണ്. എനിക്ക് തോന്നുന്നു അത് വല്ല പാറക്കല്ലെന്ന് തോന്നട്ടെ, എന്നെ കണ്ടാൽ ആരും പിടിക്കണ്ട സ്റ്റാച്ചു പോലെ നിൽക്കുവാണ്. അച്ഛൻ എത്ര സമയം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും? ഇത് വേറെ ഏതോ ഉടുമ്പാണ്. എന്തുടുമ്പ്? മറ്റേത് ഇതല്ല, മറ്റേ പൊന്നുടുമ്പാന്ന്. അത് വേറെ. പൊന്നുടുമ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറാണ്, ഗോൾഡൻ കളർ. ഇത് ശരിക്കും ഉടുമ്പല്ലേ നമ്മൾ